കഴുമല്ലൂർ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ ഗുരുവായൂർ പോലീസ് പിടികൂടി. 50-ൽ പരം മോഷണ കേസുകളിൽ പ്രതിയും പോലീസിന്റെ തീരാ തലവേദനയുമായ വാടാനപ്പള്ളി രായമരക്കാർ വീട്ടിൽ സുഹൈൽ എന്ന ഓട്ടോ സുഹൈലിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഗുരുവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഗുരുവായൂർ കഴുമല്ലൂർ ക്ഷേത്രത്തിലെ ഓഫീസ് റൂം കുത്തിത്തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ദേവിക്ക് വഴിപാടായി ലഭിച്ച 7 പവൻ സ്വർണ്ണാഭരണങ്ങളും 1,20,000 രൂപയും കവർച്ച ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഗുരുവായൂർ പോലീസും സംയുക്തമായി അന്വേഷണം നടത്തുകയും ക്ഷേത്രത്തിന് പരിസരത്തുള്ള CCTV ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. സമാനമായ കുറ്റകൃത്യം ചെയ്ത 50-ൽ പരം കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്തുകയും സമീപകാലത്തായി വിവിധ ജയിലുകളിൽ നിന്നും ഇറങ്ങിയ കുറ്റവാളികളുടെ വിവരങ്ങളും ശേഖരിച്ച് അന്വേഷണം നടത്തി. തുടർന്ന് പോലീസിന് സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് സുഹൈലിനെ പൊന്നാനിയിൽ നിന്ന് പിടികൂടിയത്. 50-ൽ കൂടുതൽ മോഷണക്കേസുകളിൽ പ്രതിയായിട്ടുള്ള സുഹൈലിന് ജില്ലയിലെ 10ഓളം പോലീസ് സ്റ്റേഷനുകളിൽ മോഷണക്കേസുകൾ നിലവിലുണ്ട്. സമീപകാലങ്ങളിൽ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റും നടന്ന മോഷണക്കേസുകളിൽ ഇയാൾക്ക് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. മോഷ്ടിച്ച പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന ഇയാൾ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ വർഷം ഒരു വ്യവസായിയുടെ വീട്ടിൽ നിന്നും 500 പവൻ കവർച്ച ചെയ്തു കൊണ്ടുപോയ കേസിലും പ്രതിയാണ്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സേതു, ഗുരുവായൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് എന്നിവരും ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ വേണുഗോപാൽ, സബ് ഇൻസ്പെക്ടർ മഹേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ മനോജ്, ഉഷ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലാൽ ബഹദൂർ ജോസ്പോൾ, ജോമോൻ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റെജിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീബ, സിംസൺ, ശ്രീജിത്ത്, നൈജോൺ, അരുൺ എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.